എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു കോവയ്ക്ക അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതാണ് കോവയ്ക്ക. ഈ കോവയ്ക്ക ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് അത് അച്ചാറിടുന്ന വിധം എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കോവയ്ക്ക അച്ചാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കോവയ്ക്ക ഞാൻ വൃത്തിയായിട്ട് കഴുകിയതാണ്. ഇനി ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞതിന് ശേഷം ഇത് വെയിലത്ത് ഒന്ന് വാട്ടണം. വാട്ടിയതിന് ശേഷമാണ് ഞാൻ അച്ചാറിടുന്നത്. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി ഞാൻ ഈ നല്ല വേനൽക്കാലമല്ലേ, അപ്പം ഈ ചൂടത്ത് ഈ വെയിലത്ത് വെച്ച് ഞാനിത് ഉണക്കുകയാണ്. ഉണക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് വാടിയെടുക്കുക. വാടി എടുത്തതിന് ശേഷം മാത്രമാണ് ഞാനിത് അച്ചാറിടുന്നത്. ഞാൻ വെയിലത്ത് വാടാനിട്ടിരിക്കുകയാണ്. വെയിൽ കൊണ്ട് കുറച്ച് നേരം വാടിയ ശേഷം ആണ് ഞാനിത് അച്ചാറിടാൻ എടുക്കുന്നത്. വെച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ അച്ചാറിടാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടാവുമ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ വെയിലത്ത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. വെയിലത്തിട്ട് ഒന്ന് വാട്ടി വെച്ചിരിക്കുന്ന ഈ കോവയ്ക്ക ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണയിലേക്ക് നമുക്ക് ഈ കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് വെയിലത്തൊന്ന് ചെറുതായിട്ട് വാടിയ കോവയ്ക്കയാണ്. പച്ചപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വെള്ളമൊക്കെ വലിഞ്ഞ ഒരു കോവയ്ക്കയാണ്. ഇത് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മുരിയട്ടെ. ഒത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചിൽ സൗണ്ട് നമുക്ക് കേൾക്കും. അതുകൊണ്ട് നമുക്ക് ഇത് കോരി ഇങ്ങനെ എടുക്കാം. ഈ കണ്ണാപ്പ വെച്ച് തന്നെ നമുക്ക് കോരിയെടുക്കാം. അച്ചാറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരു 2 പച്ചമുളക്, അതുപോലെ ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ അതുപോലെ ഒരു ടീസ്പൂണോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് പൊട്ടിത്തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി എല്ലാം വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. കാരണം നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിരുന്നു. ആ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച്, അതായത് ഒരു അകലം
മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൂടുതൽ ചൂടാവുകയാണെങ്കിൽ, കൂടുതൽ തീ ഫ്ലെയിമിൽ കിടക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് പൊടിയല്ല, ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മസാലയ്ക്കകത്ത് ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി മസാല നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുക. മസാല റെഡിയായിട്ടുണ്ട്. ഈ മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും ഇതും തമ്മിൽ യോജിപ്പിച്ച് എടുക്കുക. നമ്മുടെ മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഒരു 1/2 സ്പൂണോളം വരുന്ന ശർക്കര, അത് നമ്മൾ ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് ഇതിൽ ചേർക്കുന്നത്. ഒരു 1/2 സ്പൂണ് ശർക്കരയാണ്. അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ചെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുക. ഇച്ചിരി പാടാണെന്നൊക്കെ തോന്നും, എങ്കിലും നല്ല ഒരു അച്ചാറാണ്. അച്ചാറെന്ന് മാത്രം പറയാനൊക്കത്തില്ല. നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരുണ്ടെങ്കിലോ അതിൽ ചോറിൻ്റെ കൂടെ ഒരു വിഭവമായിട്ട് നമുക്കതിൽ വെച്ച് കൊടുക്കാനും കൊണ്ട് ഇത് സാധിക്കുന്നതാണ്. മറ്റ് എന്തെങ്കിലും തോരനുണ്ടെങ്കിൽ മെഴുക്കുവരട്ടി പോലെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതുമാണ്. അച്ചാർ പോലെയും ഉപയോഗിക്കാം. നല്ല ഒരു അച്ചാറും പിന്നെ നല്ലൊരു വിഭവവും കൂടിയാണ് നമ്മുടെ ഈ കോവയ്ക്ക എന്ന് പറയുന്നത്. കാരണം ഇത് കൂട്ടി നമുക്ക് ആവശ്യത്തിന് ചോറ് കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു അച്ചാറാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഈ കോവയ്ക്കയാണ് ഈ രൂപത്തിലായിരിക്കുന്നത്. നിങ്ങൾ വീട്ടമ്മമാരെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. നല്ലൊരു അച്ചാറാണ്. അധികം ആരും വീട്ടിൽ ഇത് ഉപയോഗിക്കാതെ ഇരിക്കുകയാണ്. ഇത് കണ്ട് ഇതുപോലെ നിങ്ങളും അച്ചാറുണ്ടാക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്രത്തോളം കോവയ്ക്ക എടുക്കുന്നോ അതനുസരിച്ച് വേണം മുളകെടുക്കാൻ. അതായത് പച്ചമുളക് കൂടുതൽ എടുക്കുകയാണെങ്കിൽ മുളക് പൊടി കുറച്ച് എടുക്കുക. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മുളക് അധികമായി പോകരുത് എന്ന ഒരു അഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അവസാനം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ശകലം ശർക്കര കൂടി ഇതിൽ ചേർക്കുക. എൻ്റെ വ്ളോഗ് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം എനിക്ക് ഇതുവരെ മോണിറ്ററൈസേഷൻ ആയിട്ടില്ല. നിങ്ങൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ഒക്കെ
സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം.